ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു ഷാരി സയൻസ് വേൾഡ്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പെഡഗോഗി പോർഷനിലെ ഫസ്റ്റ് ടോപ്പിക്കാണ് 4 പില്ലേഴ്സ് ഓഫ് എഡ്യൂക്കേഷൻ. ഇത് എല്ലാ സബ്ജക്റ്റിനും കോമൺ ആയിട്ട് വരുന്ന ഒരു ടോപ്പിക്കാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത് ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഞാൻ നാച്ചുറൽ സയൻസിൻ്റെ പെഡഗോഗിയാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെങ്കിലും ആദ്യം ഞാൻ കോമൺ ആയിട്ടുള്ള ടോപ്പിക്സ് അപ്ലോഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കടക്കാം. 4 പില്ലേഴ്സ് ഓഫ് എഡ്യൂക്കേഷൻ. അപ്പോൾ യുനെസ്കോൻ്റെ ആണ് ഈ 4 പില്ലേഴ്സ് ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് യുനെസ്കോ എന്താണെന്ന് അറിയണമല്ലേ. യുനെസ്കോ യുണൈറ്റഡ് നേഷൻസ് എഡ്യൂക്കേഷണൽ സയൻറ്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ. അതാണ് യുനെസ്കോൻ്റെ ഫുൾ ഫോം. മറക്കാതെ പഠിച്ചു വയ്ക്കുക, എക്സാമിന് ചോദിക്കാറുണ്ട്. യുണൈറ്റഡ് നേഷൻസ് എഡ്യൂക്കേഷണൽ സയൻറ്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ, ദാറ്റ് ഈസ് യുനെസ്കോ. യുനെസ്കോൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് പാരീസിലാണ്, ഫ്രാൻസിലാണ്. ഫോംഡ് ഓൺ November 16, 1945. ഡേറ്റ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെച്ചോളാം. ഓക്കെ, അപ്പോൾ ഇനി എന്താണ് യുനെസ്കോ? യുനെസ്കോൻ്റെ ഫുൾ ഫോം പഠിച്ചു, ഇനി എന്താണ് യുനെസ്കോ എന്ന് അറിയണം അല്ലേ. ഇറ്റ് ഈസ് a specialized agency of the United Nations aimed at promoting world peace and security through international cooperation in education, science and culture. ഒരു സ്പെഷ്യലൈസ്ഡ് ഏജൻസിയാണ്. അതെന്താണ്? ലോക സമാധാനത്തിന് വേണ്ടിയിട്ടും പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സയൻസ് എഡ്യൂക്കേഷനിൽ, സയൻസ് കൾച്ചർ അതിൻ്റെയൊക്കെ എഡ്യൂക്കേഷനിൽ ലോക സമാധാനത്തിനും സുരക്ഷിതത്വത്തിനും ഈ സയൻസ് കൾച്ചർ ഇതിൻ്റെയൊക്കെ ഒരു ഇൻ്റർനാഷണൽ കോപ്പറേഷനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു സംഘടനയാണ് ഈ യുനെസ്കോ എന്ന് പറയുന്നത്. മെയിനായിട്ട് വേൾഡ് പീസ് ആൻഡ് സെക്യൂരിറ്റി, ലോക സമാധാനത്തിനും സുരക്ഷിതത്തിനും വേണ്ടിയിട്ടുള്ള ഒരു ഏജൻസിയാണ് യുനെസ്കോ എന്ന് പറയുന്നത്. യുനെസ്കോൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് പാരീസിലാണ്, ഫ്രാൻസിലാണ്. November 16, 1945 യുനെസ്കോ ഫോം ചെയ്തത്. ഓക്കെ, അപ്പോൾ ഈ യുനെസ്കോയിൽ പറയുന്ന 4 പില്ലേഴ്സ് ഓഫ് എഡ്യൂക്കേഷൻ ആണ് നമുക്ക് പെഡഗോഗിയിൽ പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് 4 പില്ലേഴ്സ് ഓഫ് എഡ്യൂക്കേഷൻ ഏതൊക്കെയാണെന്ന് നോക്കാം. 4 pillars of education. First one, learning to know. Second one, learning to do. Third one, learning to be. Fourth one, learning to live together. അപ്പോൾ ഇത് നമുക്ക് കേൾക്കുമ്പോൾ എല്ലാം സെയിം ആയിട്ട് തോന്നും, ബട്ട് ഇത് ഡിഫറെൻ്റ് ആണ്. നമുക്ക് ക്വസ്റ്റ്യനിൽ കൺഫ്യൂഷൻ വരുന്ന ഒരു പാട്ടാണ്. ഓക്കെ, അപ്പോൾ ലേണിംഗ് ടു നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ലേണിംഗ് ഹൗ ടു ലേൺ. ദെൻ ലേണിംഗ് ടു ഡു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിച്ചത് നമ്മൾ എങ്ങനെ പ്രാവർത്തികമാക്കാം. ദെൻ ലേണിംഗ് ടു ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി പഠിക്കാം. ദെൻ ലേണിംഗ് ടു ലിവ് ടുഗദർ, ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടി പഠിക്കുക. ഓക്കെ, അപ്പം നമുക്കിത് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഫസ്റ്റ് വൺ, ലേണിംഗ് ടു നോ. ലേണിംഗ് ഹൗ ടു ലേൺ ബൈ ഡെവലപ്പിംഗ് വൺസ് കോൺസെൻട്രേഷൻ, മെമ്മറി, സ്കിൽസ് ആൻഡ് എബിലിറ്റി ടു തിങ്ക്. ദാറ്റ് ഈസ് ലേണിംഗ് ഹൗ ടു ലേൺ, എങ്ങനെ പഠിക്കണം എന്ന് പഠിക്കാം. അതായത് ഒരു വ്യക്തിയുടെ കോൺസെൻട്രേഷൻ, മെമ്മറി, സ്കിൽസ്, തിങ്കിങ് അബിലിറ്റി അതൊക്കെ ഡെവലപ്പ് ചെയ്ത് എങ്ങനെ പഠിക്കണം, അതായത് ചിന്തിക്കാനും ഓർത്ത് വെക്കുന്നതും എങ്ങനെയാണ് എന്ന് പഠിക്കുന്നതാണ്. അതായത് ലേണിംഗ് ഹൗ ടു ലേൺ, എങ്ങനെ പഠിക്കണം എന്ന് പഠിക്കുന്നതാണ് ലേണിംഗ് ടു നോ എന്ന് പറയുന്നത്. അറിയാൻ വേണ്ടി പഠിക്കാം, ലേണിംഗ് ഹൗ ടു ലേൺ. അപ്പോൾ നമുക്ക് ഒരു ഇൻഡിവിജ്വലിന് കുറേ ടാലൻസ് ഉണ്ടായിരിക്കും, ഹിഡൻ ടാലൻസ് ഉണ്ടായിരിക്കും. മെമ്മറി, റീസണിങ്, അതേപോലെ ഒരുപാട് ഇമാജിനേഷൻ, ഇങ്ങനെ ഒരുപാട് ഹിഡൻ ടാലൻസ് ഉണ്ടായിരിക്കും. അത് ആ ഉള്ളിൽ കിടക്കുന്ന കഴിവുകളെല്ലാം നമ്മൾ വളർത്തിയെടുക്കണം. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ ഈ സ്കിൽസൊക്കെ നറിഷ് ചെയ്യുന്ന മെത്തേഡ്സ് ഉണ്ട്. അതായത് വേസ് ടു നറിഷ് ദ സ്കിൽസ്, എങ്ങനെയാണ് ആ സ്കിൽസിനെയൊക്കെ നമ്മൾ നറിഷ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ, പ്രൊവൈഡ് ഡിഫറെൻറ്റ് ലേണിംഗ് ഓപ്പർച്യൂണിറ്റീസ്. പ്രൊവൈഡ് ചെയ്യാം. അത് എങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം?
ഗെയിംസിലൂടെ ചെയ്യാം. അതേപോലെ വർക്ക് എക്സ്പീരിയൻസ്, എക്സ്പെരിമെൻറ്റ്സ്, കുട്ടികൾക്ക് ഒരുപാട് പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ കൊടുക്കാം. ദെൻ ട്രാവലിംഗ്, അതായത് ടൂർ, സ്റ്റഡി ടൂർസ്, ഇതിലൂടെയൊക്കെ നമുക്ക് ഈ സ്കിൽസ് നറിഷ് ചെയ്തെടുക്കാം. അതിന് നമ്മൾ ചേഞ്ചസ് വരുത്തേണ്ടത് നമ്മൾ കരിക്കുലം, അതേപോലെ സബ്ജക്റ്റ് മാറ്റർ, ദെൻ ലൈബ്രറി ആക്ടിവിറ്റീസ് ഇൻക്ലൂഡ് ചെയ്യുക, പ്ലേ ഗ്രൗണ്ട് ആക്ടിവിറ്റീസ് ഇൻക്ലൂഡ് ചെയ്യുക, കോ കരിക്കുലർ ആക്ടിവിറ്റീസ് ഇൻക്ലൂഡ് ചെയ്യുക. ഇങ്ങനെയൊക്കെ നമുക്ക് ലേണിംഗ് ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യാം. ദെൻ സെക്കൻഡ് വൺ, യൂസ് ഡിഫറെൻറ്റ് ടീച്ചിങ് മെത്തേഡ്സ്. ഡിഫറെൻറ്റ് ടീച്ചിങ് മെത്തേഡ്സ് നമുക്ക് അപ്ലൈ ചെയ്യാം. അത് പ്രോബ്ലം സോൾവിങ്, ബ്രെയിൻ സ്റ്റോമിങ്, ഡിസ്കഷൻ, ഇൻഡക്റ്റീവ് ഡിഡക്റ്റീവ് മെത്തേഡ്, ഇതൊക്കെ നമുക്ക് ടീച്ചിങ് മെത്തേഡ്സിൽ യൂസ് ചെയ്യാം. ഇതല്ലാതെയും ഡിഫറെൻറ്റ് ടീച്ചിങ് മെത്തേഡ്സ് ഒക്കെ നമുക്ക് അപ്ലൈ ചെയ്തിട്ട് ഈ സ്കിൽസൊക്കെ നറിഷ് ചെയ്തെടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ലേണിംഗ് ടു നോ എന്നത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമ്മൾ എങ്ങനെ പഠിക്കണം എന്ന് പഠിക്കുക, അതാണ് ലേണിംഗ്. ഹൗ ടു ലേൺ, ദാറ്റ് ഈസ് ലേണിംഗ് ടു നോ. Then second one, learning to do. It implies to provide the skills that would enable individuals to effectively participate in the global economy and society. Learning to do. അതായത് ഇറ്റ് ഇംപ്ലൈസ് ടു പ്രൊവൈഡ് ദ സ്കിൽസ് ആൻഡ് വുഡ് എനാബിൾ ഇൻഡിവിജ്വൽസ് ടു എഫക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ഗ്ലോബൽ എക്കണോമി ആൻഡ് സൊസൈറ്റി. അപ്പം പഠിച്ച കാര്യങ്ങൾ എങ്ങനെ സൊസൈറ്റിയിൽ അപ്ലൈ ചെയ്യണം എന്ന് പഠിക്കുന്നതാണ് ഈ ലേണിംഗ് ടു ഡു എന്ന് പറയുന്നത്. അതായത് ലേണിംഗ് മസ്റ്റ് ട്രാൻസ്ഫോം സർട്ടിഫൈഡ് സ്കിൽസ് ഇൻ ടു പേഴ്സണൽ കോമ്പിറ്റൻസ്. അതായത് നമ്മൾ സൊസൈറ്റിയിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ അപ്ലൈ ചെയ്യുന്നത്, അതായത് നമ്മുടെ സ്കിൽസ് സൊസൈറ്റിക്ക് യൂസ്ഫുൾ ആക്കുന്നത്. നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു കോഴ്സ് പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ കോഴ്സിനെ ആസ്പദമാക്കിയിട്ടുള്ള ജോലി നമ്മൾ ചെയ്യുന്നതിനെയാണ് ലേണിംഗ് ടു ഡു എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ഒരുപാട് സ്കിൽസ് മിക്സ് ചെയ്തിട്ട് വരും. അതായത് ഒരു വ്യക്തിയുടെ സ്കിൽസ്, അതേപോലെ ആ വ്യക്തിയുടെ സോഷ്യൽ ബിഹേവിയർ, പേഴ്സണൽ ആയിട്ടുള്ള വില്ലിങ്നെസ് ടു വർക്ക്, ഇതൊക്കെ അതിൽ മിക്സ് ചെയ്തിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നമ്മളുടെ സ്കില്ല് നമ്മൾ സൊസൈറ്റിക്ക് വേണ്ടി യൂസ് ചെയ്യുക, ദാറ്റ് ഈസ് ലേണിംഗ് ടു ഡു. ഓക്കെ, ദെൻ തേർഡ് വൺ, ലേണിംഗ് ടു ബി. To provide self-analytical and social skills to enable individuals to develop to their fullest potential, psychosocially, affectively, as well as physically, for an all-round complete person. Learning to be, അവനവന് വേണ്ടിയിട്ടാണ് പഠിക്കുന്നത്. all-round development of an individual. നമ്മളായി ജീവിക്കാൻ വേണ്ടി, അതായത് നമ്മളുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടി പഠിക്കുക, അതാണ് ലേണിംഗ് ടു ബി എന്ന് പറയുന്നത്. നമ്മളൊരു സെൽഫ് അനലിറ്റിക്സ് നടത്തി നമ്മളുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടി പഠിക്കുക. ദ എയിം ഓഫ് ദ ഡെവലപ്മെൻറ്റ് ഈസ് ദ കംപ്ലീറ്റ് ഫുൾഫിൽമെൻറ്റ് ഓഫ് മാൻ ആൻഡ് ഹിസ് ഡെവലപ്മെൻറ്റ് ഇൻ എ ഹോളിസ്റ്റിക് വാസ് ആൻ ഇൻഡിവിജ്വൽ മെമ്പർ ഓഫ് എ ഫാമിലി ആൻഡ് കമ്മ്യൂണിറ്റി ആൻഡ് ആസ് എ റെസ്പോൺസിബിൾ സിറ്റിസൺ. അപ്പം നമുക്ക് നല്ലൊരു ഫാമിലി മെമ്പറായി, നല്ലൊരു സൊസൈറ്റിയിൽ നല്ലൊരു സിറ്റിസണായി ജീവിക്കാൻ വേണ്ടി നമുക്ക് വേണ്ടി പഠിക്കുന്നതാണ് ലേണിംഗ് ടു ബി എന്ന് പറയുന്നത്. അതാണ് തേർഡ് വൺ. ദെൻ ഫോർത്ത് വൺ, ലേണിംഗ് ടു ലിവ് ടുഗദർ. ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടി പഠിക്കുക. ഇറ്റ് ഇംപ്ലൈസ് ഇൻഡിവിജ്വൽസ് ആൻഡ് സൊസൈറ്റീസ് ടു ലിവ് ഇൻ ഹാർമണി. അതായത് നമ്മളൊരു സൊസൈറ്റിയിലാണ് ജീവിക്കുന്നത്, അപ്പോൾ ആ സൊസൈറ്റിയുമായി നമ്മൾ സ്നേഹത്തിലും സഹോദര്യത്തിലും ജീവിക്കണം അല്ലേ. അപ്പോൾ ഒരു ഹാർമോണിയസ് ആയിട്ടുള്ള ലൈഫ് സൊസൈറ്റിയിൽ ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ലേണിംഗ് ടു ലിവ് ടുഗദർ. Education should help in inculcating a spirit of empathy in students so that it can have a positive effect on their social behavior throughout their lives. അപ്പോൾ ഈ എഡ്യൂക്കേഷൻ എന്താണ് ചെയ്യുന്നത്, കുട്ടികളിൽ ഒരു എംപതി ഡെവലപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ അവരുടെ സോഷ്യൽ ബിഹേവിയർ ഡെവലപ്പ് ചെയ്യാനും എഡ്യൂക്കേഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എഡ്യൂക്കേഷൻ കൊണ്ടുള്ള ഉദ്ദേശം അത്രയാണ്, സൊസൈറ്റിയിൽ നല്ലൊരു സിറ്റിസൺ ആയി ജീവിക്കാൻ ആ കുട്ടികളെ മാറ്റിയെടുക്കുന്ന ഒരു പ്രോസസ്സാണ് എഡ്യൂക്കേഷൻ. അതിനുള്ള എഡ്യൂക്കേഷനാണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. ദാറ്റ് മീൻസ് പരസ്പരം മനസ്സിലാക്കി, അതായത് അണ്ടർസ്റ്റാൻഡിങ് ഈച്ച് അതർ, റിസോൾവിങ് കോൺഫ്ലിക്ട്സ്, ഡയലോഗ് ആൻഡ് ഡിസ്കഷൻ ഷുഡ് ബി ദ എസെൻഷ്യൽ ടൂൾസ് ഓഫ് ദ പ്രസൻറ്റ് ഡേ എഡ്യൂക്കേഷൻ. അപ്പോൾ ഒരു സൊസൈറ്റിയിൽ ഒരു ബെറ്റർ പേഴ്സൺ ആയിട്ട് എങ്ങനെ ജീവിക്കണം എന്ന് പഠിക്കുക. അപ്പോൾ ആ എഡ്യൂക്കേഷനാണ് കുട്ടികളെ ഹാർമോണിയസ് ആയിട്ട് സൊസൈറ്റിയിൽ ജീവിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത്.
ഓക്കെ. അപ്പോൾ ഇതിൽ കുറച്ച് വാല്യൂസ് നമ്മൾ എഡ്യൂക്കേഷനിൽ കുറച്ച് വാല്യൂസ് കുട്ടികളിൽ ഇൻകൾക്കേറ്റ് ചെയ്തെടുക്കേണ്ടതുണ്ട്. അതായത് നോൺ വയലൻസ്, കോപ്പറേഷൻ, സെൽഫ്ലെസ് ആറ്റിറ്റ്യൂഡ്, ആക്സെപ്റ്റിംഗ് ഹ്യൂമൻ ഡൈവേഴ്സിറ്റി, ഇതൊക്കെ നമ്മൾ കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കേണ്ട വാല്യൂസാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ 4 പില്ലേഴ്സ് ഓഫ് എഡ്യൂക്കേഷനിൽ പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് ഞാൻ അപ്ലോഡ് ചെയ്യാം. ഓക്കെ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നെക്സ്റ്റ് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.